നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കളക്ടറേറ്റും അനുബന്ധ സിവിൽ സ്റ്റേഷനും ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു. കളക്ടറേറ്റ് അങ്കണത്തിലെ ആംഫി തിയേറ്ററിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നടത്തി. കളക്ടറേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ കെ വിജയൻ ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ഹരിത സ്ഥാപനം എന്ന ലക്ഷ്യം കണ്ണൂർ കളക്ടറേറ്റ് സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരു ജീവന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് മാനുഷികമായ വികാരങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഒരു ബഹുമതി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിച്ച് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളിൽ അത് ആ വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നതിനേക്കാളേറെ ആ കാര്യങ്ങൾക്ക് അറിയുന്നവർ, ആ രംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെയാണ് നിങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം അതിൻ്റെ പ്രകൃതി മനോഹരമായ, ജനസിദ്ധമായ, നൈസർഗികമായ എല്ലാ ഭൗമസമാധികളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥാപനങ്ങൾക്കുള്ള ഹരിത ശുചിത്വ സാക്ഷ്യപത്രങ്ങൾ ചടങ്ങിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു. കളക്ടറേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ കെ വിജയനും, ജില്ലാ പോലീസ് ഓഫീസിനുള്ള സാക്ഷ്യപത്രം സിറ്റി അഡീഷണൽ പോലീസ് കമ്മീഷണർ KV വേണുഗോപാലും, ജില്ലാ പഞ്ചായത്തിനുള്ള സാക്ഷ്യപത്രം സെക്രട്ടറി ഷൈനി സൂസനും ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ADM പത്മചന്ദ്രക്കുറുപ്പ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.